ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുട്ടികളുടെ ലഞ്ച് ആൻഡ് സ്നാക്സ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ട് റൈസ് കുക്കറിലാണ് ഇന്ന് കുക്ക് ചെയ്യണത്. കാരണം നമ്മളിന്ന് തൈര് ചോറാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉടഞ്ഞ ചോറ് വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചായപ്പൊടി, പഞ്ചസാര, ഏലക്ക ഇട്ട് തിളക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവണ സമയം കൊണ്ട് നമ്മളിന്ന് തൈര് ചോറിൻ്റെ കൂടെ വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനുള്ള പരിപാടിയാണ് കേട്ടോ. വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അടുത്ത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ പുട്ടിനുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ ആ പുട്ടിന് കുഴക്കണ പോലെ കണ്ട് കുഴച്ച് സെറ്റാക്കി ഒരു സൈഡിൽ വെക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം കുടഞ്ഞിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ ഒന്ന് തുടച്ചെടുത്ത് നമ്മുടെ പൊടിയും വെള്ളക്കായ ഒക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിൻ്റെ ശേഷം പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് അതേപോലെ തന്നെ നമ്മുടെ പുട്ടിൻ്റെ മാവിട്ട് നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതേ സമയം തന്നെ നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ ചോറൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ, കുക്കായത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈരും അതേപോലെ കുറച്ച് പാലും ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നമ്പരിപ്പ്, വറ്റൽമുളക്, അതേപോലെ കറി ലീഫ്, കായപ്പൊടി ഇതെല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ തൈര് ചോറിലേക്ക് ഇത് മിക്സാക്കി കൊടുത്ത് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ മാതളപ്പഴം കൂടി ചേർത്ത് കൊടുത്താൽ ചോറ് സെറ്റാണ്. അപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരായി കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. ചോറ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ തൈര് ചോറ് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ കുറച്ച് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഇതിലേ നിൽക്കും. പിന്നെ വെണ്ടക്ക ഫ്രൈയും കൂടി വെച്ച് കൊടുത്ത് പിന്നെ ഇന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് മാങ്ങയാണ് വെച്ചിട്ടുള്ളത്. മഴയായത് കാരണം സ്പോർട്സ് ഇല്ലയെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് ഒന്നും ഇന്ന് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ലഞ്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവരെ ലഞ്ച് ബാഗിൽ സെറ്റാക്കി വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലഞ്ച് ടവലും അതേപോലെ സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ലഞ്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നല്ല ലഞ്ച് ബോക്സ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.